പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അയൽവാസിയായ 16-കാരനും കൂട്ടുപ്രതി എറണാകുളം സ്വദേശി സുധീഷുമാണ് പോലീസിന്റെ പിടിയിലായത്. വായ പൊത്തിപ്പിടിച്ച് 16-കാരനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ബഹളം വെച്ച കുട്ടിയുടെ കൂട്ടുകാരെ സുധീഷ് പിടിച്ചുവെച്ചു. ശേഷം പെൺകുട്ടിയെ കാട് പിടിച്ചു കിടക്കുന്ന വീട്ടിലെത്തിച്ചാണ് പീഡിപ്പിച്ചത്. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിങ്കളാഴ്ച പിടികൂടിയത്. അടൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എറണാകുളം സ്വദേശിയായ യുവാവ്. 5ാം ക്ലാസ്സുകാരി മറ്റു കൂട്ടുകാരികൾക്കൊപ്പം നടന്നു വരുന്നതിനിടെ 16-കാരനും എറണാകുളം സ്വദേശിയുമായ യുവാവും ചേർന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. മറ്റു കുട്ടികളെ പേടിപ്പിച്ചോടിച്ച ശേഷം 5ാം ക്ലാസ്സുകാരിയെ വായ പൊത്തിപ്പിടിച്ച് അയൽവാസിയായ 16-കാരൻ സമീപത്തെ കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പോക്സോ വകുപ്പുകൾ പ്രകാരം അടൂർ ഡിവൈഎസ്പിയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും യുവാവിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും ഹാജരാക്കി. കായിക താരമായ ദളിത് വിദ്യാർത്ഥിനിയെ 5 വർഷത്തിനിടെ 64 പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം അടുത്തിടെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് പുതിയ സംഭവം. 5 വർഷമാണ് ഇത്തരത്തിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം വെളിപ്പെട്ടതും. അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തിയാണ് പ്രതികളെ അതിവേഗം പിടികൂടി നടപടികൾ സ്വീകരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. പെൺകുട്ടിയെ വീടിന് സമീപത്തു നിന്നും തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ബലമായാണ് പീഡനം നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പിടിയിലായവർക്ക് ഒരാൾക്ക് 16 വയസ്സും മറ്റേയാൾക്ക് 19 വയസ്സുമാണെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരിലേക്ക് എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരവും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.